ഏതൊരു പെൺകുട്ടിയെയും പോലെ ഒട്ടേറെ വിവാഹ സ്വപ്നങ്ങളുമായി സുനിച്ചൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നവളായിരുന്നു മഞ്ജു പത്രോസ്. എന്നാൽ വിവാഹത്തിന് മുമ്പ് അച്ഛൻ്റെയും അമ്മയുടെയും കരുതലിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന മഞ്ജുവിൻ്റെ ജീവിതം കീഴ്മേൽ മറിയുകയായിരുന്നു വിവാഹശേഷം. ഒരു തരി പൊന്നുപോലുമില്ലാതെ വാടക വീട്ടിൽ പട്ടിണിയുടെ വക്കിൽ കിടക്കവെയാണ് വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലേക്ക് എത്തുന്നത്. അതിനുശേഷം മഞ്ജുവിൻ്റെ ജീവിതം മാറിമറിഞ്ഞു. അഭിനയ രംഗത്തേക്ക് ഒരു പുതിയ താരോദയമായി മഞ്ജു മാറിയപ്പോൾ ഷാർജയിൽ ജോലിയുമായി പുറത്തേക്ക് പോവുകയായിരുന്നു ഭർത്താവ് സുനിച്ചൻ. മകനെ പഠിപ്പിക്കണം, കടങ്ങൾ വീട്ടണം, ഒരു വീട് വെക്കണം, അതുമാത്രമായിരുന്നു മഞ്ജുവും സുനിച്ചനും മകനും അടങ്ങുന്ന കുടുംബത്തിൻ്റെ അന്നത്തെ ചിന്ത. എന്നാൽ സുനിച്ചൻ വിദേശത്തേക്ക് പോയതോടെ ഒറ്റയ്ക്കുള്ള ജീവിതം നേരിടാൻ പഠിക്കുകയായിരുന്നു മഞ്ജു. ശരിക്കും ഭർത്താവില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നാലോചിച്ച് ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മഞ്ജുവിന്. എന്നാൽ ഭർത്താവിൻ്റെ പ്രവാസ ജീവിതത്തിലൂടെ കൈവന്ന ധൈര്യം, എന്തിനേയും നേരിടാനുള്ള മനഃശക്തി മഞ്ജുവിന് കൈവന്നതോടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. സ്വന്തമായ വീടെന്ന സ്വപ്നത്തിലേക്ക് എത്തിയതും മകനെ പഠിപ്പിക്കുന്നതും അടക്കമുള്ള ഉത്തരവാദിത്തങ്ങൾ മഞ്ജു ഏറ്റെടുത്തത് ആ ആത്മവിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും അടയാളമായിരുന്നു. പിന്നാലെ പുതിയ വീടിൻ്റെ പാലുകാച്ചിനോടനുബന്ധിച്ചാണ് സുനിച്ചനുമായി വേർപിരിഞ്ഞോ എന്ന ചർച്ചകൾ സജീവമായത്. ചടങ്ങിന് സുനിച്ചനെ കാണാതിരുന്നതോടെയും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മഞ്ജു പലപ്പോഴും ഒഴിഞ്ഞുമാറിയതോടെയുമാണ് പലപ്പോഴും ആരാധകർ ശ്രദ്ധിച്ചത്. അതേസമയം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പരസ്പരം ഫോളോ ചെയ്യുന്ന ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ഒരുമിച്ചൊരു ജീവിതം എന്നത് രണ്ടുപേരുടെയും മനസ്സിൽ നിന്നും മാഞ്ഞു കഴിഞ്ഞു. 4 വർഷം മുമ്പാണ് സുനിച്ചൻ മഞ്ജുവിനും മകനും ഒപ്പമുള്ള ഒരു ചിത്രം പങ്കുവച്ചത്. അതിനുശേഷം മകനൊപ്പമുള്ള ചിത്രങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴിതാ തങ്ങളുടെ വേർപിരിയലിനെ കുറിച്ച് മഞ്ജു തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സുനിച്ചനുമായി എനിക്കൊരു കോണ്ടാക്റ്റുമില്ല. മോനെ അദ്ദേഹം വിളിക്കും, സംസാരിക്കും, അവൻ കാണാൻ പോകാറുമുണ്ട്. അതൊന്നും ഇല്ലാതാക്കാൻ ഞാൻ ആരുമല്ല. നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല. വീണ്ടും ഒരുമിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള സംസാരവും ഉണ്ടായിട്ടില്ല. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് കാലമൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ കിളിയൊക്കെ പാറിപ്പോകും. മനസ്സിന് തൃപ്തി തരുന്നത് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപദ്രവമാകരുത്. പിന്നെ എൻ്റെ മകൻ നാളെ എൻ്റെ പേരിൽ എവിടെയും തല കുനിക്കരുതെന്ന നിർബന്ധ ബുദ്ധിയും എനിക്കുണ്ട്. ഇയാളില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്നാലോചിച്ച് മുൻപൊക്കെ കരഞ്ഞിട്ടുണ്ട്. ജീവിക്കാനുള്ള ഭയമായിരുന്നു കാരണം. ഇന്നതില്ല. പണം വന്നതുകൊണ്ടാണെന്ന് നിങ്ങൾ കരുതും. അല്ല, അക്കൗണ്ടിൽ ചെറിയ പൈസയേ ഉള്ളൂ. കടങ്ങൾ തീർക്കുന്നു, മകനെ പഠിപ്പിക്കുന്നു. ഒരു മൂക്കുത്തിയല്ലാതെ വേറൊന്നുമില്ലാതിരുന്ന കാലത്തിലൂടെ കടന്നു വന്നയാളാണ് ഞാൻ. അന്ന് എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചത് കുറച്ച് മനുഷ്യരാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കും. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ എനിക്ക് പറ്റാറില്ല. എന്നെ സ്നേഹിച്ച് ജീവിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടമെന്ന് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മഞ്ജു പത്രോസ് പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.